ഇന്ത്യൻ ടീമിൽ നിന്നും സഞ്ജു സാംസൺ തഴയപ്പെടുമ്പോഴെല്ലാം ചർച്ചകളും ഉണ്ടാവാറുണ്ട്. മലയാളികൾ ഉൾപ്പെടുന്ന വലിയൊരു വിഭാഗം അത് ചർച്ചയാക്കുന്നത് BCCI തലപ്പത്തുള്ളവർക്ക് പലപ്പോഴും അത്രയ്ക്ക് ദഹിക്കാറുമില്ല. ഇപ്പോൾ T20 ടീമിലേക്ക് വൈസ് ക്യാപ്റ്റനായി ശുഭ്മാൻ ഗിൽ മടങ്ങിയെത്തിയ നിമിഷം മുതൽ സഞ്ജുവിൻ്റെ വിധി ഏതാണ്ട് തീരുമാനമായി എന്നാണ് മുൻ ക്രിക്കറ്റ് താരം അശ്വിൻ പറയുന്നത്. ഇനി ടീമിൽ കയറിയാലും പ്ലേയിങ് 11-ൽ സ്ഥാനം നേടുക എന്നത് ഏറെ ബുദ്ധിമുട്ടാണെന്നും അശ്വിൻ പറയുന്നു. സൗത്ത് ആഫ്രിക്കയുമായുള്ള T20 പരമ്പരയിലെ ശേഷിച്ച മത്സരങ്ങളിൽ സഞ്ജു സാംസണെ കളിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് 3-ാം നമ്പറിലായിരിക്കണമെന്നും 5-ാം നമ്പറിൽ ഇറങ്ങിയാൽ അദ്ദേഹത്തിന് ബാറ്റിങ്ങിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുമാണ് അശ്വിൻ പറയുന്നത്. T20 ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ 5-ാം നമ്പറിൽ വേണ്ടത്ര കളിച്ചിട്ടില്ല. ഫിനിഷറുടെ റോളിലുള്ള മിടുക്ക് കാരണം ജിതേഷ് ശർമ്മ ടീമിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൽ അദ്ദേഹം കളിച്ചതും ഈ റോളിൽ തന്നെയാണ്. അതുകൊണ്ട് സഞ്ജു സാംസണെ കളിപ്പിക്കുന്നു എങ്കിൽ 3-ാം നമ്പറിൽ തന്നെ ഇറക്കണം. സ്പിന്നർമാർക്കെതിരെ സഞ്ജു മികച്ച പ്രകടനം നടത്തുമെന്നും അശ്വിൻ പറയുന്നു. ഏഷ്യ കപ്പിലൂടെയാണ് ഇന്ത്യൻ T20 ടീമിലേക്ക് ശുഭ്മാൻ ഗിൽ തിരിച്ചു വിളിക്കപ്പെടുന്നത്. ഒരു വർഷത്തിലേറെ നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് അദ്ദേഹം ടീമിലേക്ക് മടങ്ങി വന്നത്. പക്ഷേ ഓപ്പണിംഗ് റോളിൽ ഗില്ലിൻ്റെ ഫ്ലോപ്പ് ഷോ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തുടർച്ചയായ പരാജയങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് ഗില്ലിനെ നിലനിർത്തുമ്പോൾ തഴയപ്പെടുന്നത് സഞ്ജു സാംസണാണ്. ഈ വർഷം ഇതിനകം കളിച്ച 13 ഇന്നിങ്സുകളിൽ ഒരു 50 പോലും ഗിൽ നേടിയിട്ടില്ല. ദുർബലരായ UAEക്കെതിരെ 20, പാകിസ്ഥാനെതിരെ 10, ചെറിയ ടീമായ ഒമാനെതിരെ 5, പാകിസ്ഥാനെതിരെ 47, ബംഗ്ലാദേശിനെതിരെ 29, ശ്രീലങ്കയ്ക്കെതിരെ 4, വീണ്ടും പാകിസ്ഥാനെതിരെ 12 റൺസ്. ഇതാണ് ഏഷ്യ കപ്പിൽ ഗില്ലിൻ്റെ സ്കോറുകൾ. തുടർന്ന് ഓസ്ട്രേലിയക്കെതിരെ കളിച്ച T20 പരമ്പരയിൽ നേടിയത് 37, 5, 15, 46 എന്നീ സ്കോറുകളാണ്. എന്നിട്ടും ഓപ്പണർ റോളിൽ മികച്ച റെക്കോർഡുള്ള സഞ്ജു സാംസൺ ബെഞ്ചിലിരിക്കുമ്പോൾ ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻസി അടക്കം നൽകി കളിപ്പിക്കുന്നത് തെറ്റായ തീരുമാനമാണ്. ഇന്നലെയും ഗിൽ 0-ന്, അതും ഗോൾഡൻ ഡക്കായാണ് പുറത്തായത്. അവസാനത്തെ ഓസ്ട്രേലിയൻ പര്യടനത്തിലെ ഭൂരിഭാഗം കളിയിലും പുറത്തിരുന്ന സഞ്ജു ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും അവസരമില്ലാതെ വലയുകയാണ്. 2024-ൽ 3 T20 സെഞ്ചുറികൾ നേടിയ സഞ്ജു സാംസൺ, അതും ബംഗ്ലാദേശിനെതിരെ 40 പന്തിൽ, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 47 പന്തിലും മറ്റൊന്ന് 51 പന്തിലും. ഈ റെക്കോർഡുള്ള ഒരാളെ തഴഞ്ഞാണ് ഗില്ലിനെയും ജിതേഷ് ശർമ്മയും ടീമിൽ കയറ്റിവിടുന്നത്. അതിനിടെ സഞ്ജുവിനെക്കുറിച്ച് ജിതേഷ് ശർമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധേയമായി മാറി. സഞ്ജു സാംസൺ എനിക്ക് ജ്യേഷ്ഠ സഹോദരനെ പോലെയാണെന്നും ഇന്ത്യൻ ടീമിൽ സ്ഥാനം നേടാൻ ഞങ്ങൾക്കിടയിൽ ആരോഗ്യകരമായ മത്സരം മാത്രമാണ് ഉള്ളതെന്നും ജിതേഷ് പറഞ്ഞിരുന്നു. എന്നാൽ സഞ്ജു ജിതേഷിനേക്കാൾ ചെറുപ്പമാണ് എന്നതാണ് സത്യം. ജിതേഷിൻ്റെ ജനനത്തീയതി 1993 ഒക്ടോബർ 22 ആണെങ്കിൽ സഞ്ജുവിൻ്റേത് 1994 നവംബർ 11. ജിതേഷിന് ഇപ്പോൾ 32 വയസ്സും സഞ്ജുവിന് 31 വയസ്സുമാണ് പ്രായം. അതായത് സഞ്ജു സാംസണ് പ്രായമായെങ്കിൽ ജിതേഷിനെ അതിൽ കൂടുതലായിരിക്കുന്നു. T20 ലോകകപ്പ് പടിവാതിലിൽ എത്തി നിൽക്കുമ്പോൾ ടീമിൽ ചില മാറ്റങ്ങൾ അത്യാവശ്യമാണെന്ന് തന്നെ പറയാം. നിലവിൽ ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും ചേർന്നാണ് ഇന്ത്യയുടെ T20 ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത്. അഭിഷേക് ശർമ്മയെ നിലനിർത്തുമ്പോൾ ഗില്ലിനെ മാറ്റി നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതേപോലെ ശിവം ദുബെ ടീമിൽ വരുമ്പോൾ പുറത്തു പോകുന്നത് വിക്കറ്റ് വീഴ്ത്താൻ ഏറ്റവും മിടുക്കനായ കുൽദീപ് യാദവാണ്. അതുകൊണ്ട് തന്നെ ചൈനാമൻ ബൗളറായ കുൽദീപിനെ ഇന്ത്യ മടക്കിക്കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ്. ബാറ്റിംഗ് ഓർഡറിൽ ഇന്ത്യ അനാവശ്യ പരീക്ഷണങ്ങൾ നടത്തുന്നതും തോൽവിക്ക് പലപ്പോഴും കാരണമായി മാറുന്നുണ്ട്. ഇത് ഗംഭീർ അവസാനിപ്പിക്കാത്ത പക്ഷം T20 ലോകകപ്പിലും ടീം ഇന്ത്യക്ക് തിരിച്ചടികൾ തുടരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്.